Learning with Punileke, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NMCയുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രോസസ് ആണ്. My name is Punya. Welcome to the video. നമുക്കിന്ന് NMCയുടെ സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഓൺലൈനായിട്ട് സ്ക്രീൻ കൂടെ നോക്കാം. സോ അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ നിങ്ങളുടെ OETയുടെ റിസൾട്ട് ആണ്. അത് OETയുടെ പോർട്ടലിൽ പോയിട്ട് PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. രണ്ടാമത് വേണ്ടത് ഇന്ത്യൻ PCC ആണ്. ആൻഡ് നിങ്ങൾ എവിടെയൊക്കെ ലാസ്റ്റ് 10 years വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടത്തേക്ക് PCC വേണം. അതൊക്കെ റെഡിയാക്കി അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് GP ആണ്. GPയുടെ നമ്മുടെ ഏതെങ്കിലും പരിചയമുള്ള ഡോക്ടറിന്റെ അടുത്ത് പോയി NMCയുടെ വെരിഫിക്കേഷൻ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഓക്കെ ആണെന്ന് പെർമിഷൻ ചോദിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ പേരും ഇമെയിൽ അഡ്രസ്സും മേടിച്ച് വെക്കുക. ക്ലിനിക്കിന്റെ അഡ്രസ്സും മേടിച്ച് വെക്കുക. ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മുടെ NMC ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇതുവരെ ചെയ്തതെല്ലാം ഉണ്ടായിരിക്കും. ആൻഡ് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് താഴോട്ട് നോക്കുമ്പം ആപ്ലിക്കേഷൻ്റെ നേരെ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് വരും. അവിടെ നമുക്ക് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഹെൽത്തിൻ്റെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ അബൌട്ട് യുവർ ഹെൽത്ത് ആണ് വരുന്നത്. അതിൽ നമുക്ക് ഡിസബിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നോ കൊടുക്കുക. ആൻഡ് ഹൂ വിൽ പ്രൊവൈഡ് ദ സപ്പോർട്ടിംഗ് ഡിക്ലറേഷൻ എന്നുള്ളതിന് നമ്മുടെ മൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം സപ്പോർട്ടിംഗ് ഡിക്ലറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് മുൻകൂട്ടി പോയി പെർമിഷൻ മേടിക്കുക. ഇങ്ങനെ NMCക്ക് വേണ്ടി കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിക്കുക. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐഡിയും നെയിമും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വരിക. ആൻഡ് NMCന്ന് മെയിൽ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ള പെർമിഷൻ മേടിച്ചിട്ട് വേണം വരാൻ വെർബലി. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐഡിയൊക്കെ മേടിച്ചുകൊണ്ട് വരിക. അത് വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ നെയിം ഓഫ് ദ ഹെൽത്ത് സെൻറ്റർ, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഹെൽത്ത് സെൻറ്ററിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രാക്ടീഷണർ ഡോക്ടറിൻ്റെ പേര് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ടെലിഫോൺ നമ്പർ കൊടുക്കുക. ടെലിഫോൺ നമ്പർ ഓപ്ഷനിലാണ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ബാക്കി ഫുൾ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള പേര് കാണിക്കും. ആ പേരങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്യാരക്ടറാണ് വരുന്നത്. വി നീഡ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ക്യാരക്ടർ. അതിലാദ്യം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആദ്യം സെൽഫ് ഡിക്ലറേഷൻ ആയിരിക്കും വരുന്നത്. സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുക. യെസ് കൊടുത്തേക്കുക. അടുത്തത് നമ്മുടെ പേരിൽ പോലീസ് ചാർജസ് ഒന്നും ഇല്ലെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് വായിച്ച് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും കൺട്രിയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇല്ല, നോ കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഫിറ്റ്നസ് ടു പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് വായിച്ച് നോക്കിയിട്ട് അതിൽ നോ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് കൺട്രി ഓഫ് റെസിഡൻസ് നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. ലാസ്റ്റ് 10 yearsന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. ലാസ്റ്റ് 10 yearsനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് 6 മാസത്തിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ക്ലിയറൻസ് വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം സൗദിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് വന്നവരൊക്കെ അവിടുന്ന് PCC എടുത്തിട്ട് വരണം. അത് വേണം ഇവിടെ യൂസ് ചെയ്യണം. പിന്നെ ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ത്യൻ PCC വേണം. പുറം രാജ്യങ്ങളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ത്യയിലെ PCC മാത്രം മതിയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇയർ വൈസ് തന്നെ കൊടുക്കുക. ഇപ്പം നിങ്ങൾ 2001 തൊട്ട് 2003 വരെ ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇയർ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ PCC അപ്ലോഡ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഇയേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ബാക്കി ഇയർ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയിലെ PCC അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മളവിടെ ഫ്രെയിമും 2ഉം സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ PCC അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന PCC അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമ്മൾക്ക് വേണ്ടുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അതിൽ ആദ്യം വരുന്നത് വായിച്ച് നോക്കുക. ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വാട്ട് എവിഡൻസ് ഡു യു ഹാവ് ടു സപ്പോർട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത് നമ്മൾ അപ്രൂവ്ഡ് ഇംഗ്ലീഷ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഉള്ള എവിഡൻസ് അതാണ്. അടുത്തത് വിച്ച് ടെസ്റ്റ് യു ടേക്കൺ, നിങ്ങൾ എടുത്ത ഏത് എക്സാം, IELTS ആണെങ്കിൽ IELTS, OET ആണെങ്കിൽ OET സെലക്ട് ചെയ്യുക. ഞാനിവിടെ OET ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് എക്സാം നടന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക. കാൻഡിഡേറ്റ് നമ്പർ സെലക്ട് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ സ്കോറുകൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. റീഡിങ്ങിൻ്റെ സ്കോറ്, റൈറ്റിങ്ങിൻ്റെ സ്കോറ്, ലിസണിങ്ങിൻ്റെ സ്കോറ്, സ്പീക്കിങ്ങിൻ്റെ സ്കോറ് എല്ലാം ടൈപ്പ് ചെയ്യുക. ആൻഡ് അപ്ലോഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ OETയുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുക. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ആണ്. അതിൽ ആദ്യത്തെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൻ്റെ ഏരിയയിൽ ഡയറക്റ്റ് ക്ലിനിക്കൽ കെയർ ഓർ മാനേജ്മെൻറ്റ്, അഡൾട്ട് ആൻഡ് ജനറൽ കെയർ നഴ്സിംഗ് അതെടുക്കുക. പീഡിയാട്രിക് CBT എഴുതി പീഡിയാട്രിക് നഴ്സായിട്ടുള്ളവർ പീഡിയാട്രിക് ചൈൽഡ് ആൻഡ് നീഡൽ അത് സെലക്ട് ചെയ്യുക. മെൻ്റൽ ഹെൽത്ത് ആയിട്ടുള്ളവർ അതെടുക്കുക.
നമ്മൾ അഡൽട്ട് നഴ്സസിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. സോ അഡൽട്ട് ആൻഡ് ജനറൽ നഴ്സിംഗ് സെലക്ട് ചെയ്യുക. വർക്ക് സെറ്റിങ്ങിൽ ഹോസ്പിറ്റൽ ഓർ അതർ സെക്കൻഡറി കെയർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നുള്ളത് നെയിം ഓഫ് എംപ്ലോയർ, കൺട്രി, പോസ്റ്റ് കോഡ്, അഡ്രസ്സ് അതൊക്കെയാണ്. അതൊന്നും നമുക്ക് ഓപ്ഷനിലാണ്, അതൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, അതൊന്നും കൊടുക്കണ്ട. നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. അത് വായിച്ച് നോക്കുക. കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് യെസ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ഓപ്ഷനകത്ത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഐ ആം നോട്ട് പ്രാക്ടീസിങ് അറ്റ് ദ ടൈം അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സമ്മറിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ എല്ലാം ഫുൾ സമ്മറി കൺക്ലൂഷൻ വരും. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്തെങ്കിലും മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. OETയുടെ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനകത്തോ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഈ പേജ് വളരെ വ്യക്തമായിട്ട് വായിക്കണം, കാരണം ഇത് ഇമ്പോർട്ടൻറ്റ് പേജാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ സമ്മറിയാണ്. ലാസ്റ്റ് വരുന്ന ഡിക്ലറേഷൻസ് എല്ലാം ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, എല്ലാം കറക്റ്റാണെന്നുള്ള രീതിയിലുള്ള ഡിക്ലറേഷൻസ് ആണ്. എല്ലാം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് 5 എണ്ണം ക്ലിക്ക് ചെയ്യുക. 5 എണ്ണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ മേക്ക് എ പേയ്മെൻറ്റ്. മേക്ക് എ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വിസ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ കാർഡോ അല്ലെങ്കിൽ JCB കാർഡോ ഉപയോഗിച്ച് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ 153 GBP പൗണ്ട്സ് ആണ് വരുന്നത്. 153 ആകുമ്പോൾ ഏകദേശം 15,000 രൂപയോളം വരുന്നുണ്ടാവും. അത്രയും പൈസയാണ് സെക്കൻഡ് സ്റ്റേജ്. ഇത് ലാസ്റ്റ് പേയ്മെൻ്റ് ആണ് നമ്മുടെ NMCക്ക് കൊടുക്കുന്നത്, ലാസ്റ്റ് ഫീസാണ്. കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. ഈ പേജ് ഒക്കെ വരുമ്പോൾ ക്ലോസ് ചെയ്യാനോ ബാക്ക് അടിക്കാനോ ഒന്നും ചെയ്യരുത്. എല്ലാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഫീസ് അടച്ചു കഴിയുന്നതോടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് NMC ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇനി തേർഡ് സ്റ്റേജ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് OSCE എഴുതുന്നതും പിന്നെ വരുന്നതും. അപ്പൊ നമ്മുടെ ട്രാക്ക് ഷീറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഇനി ഇതിന് ഡോക്ടർ റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെരിഫൈഡ് എന്ന് വരും. സോ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി അടുത്ത കാൻഡിഡേറ്റ്സ് നോക്കേണ്ടത് വിസ പ്രോസസ്സിംഗ് ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.